പുരാതനനായ നമ്മുടെ ദൈവത്തിന് സ്തോത്രവും പുകഴ്ചയും ഉണ്ടാകട്ടെ. പുരാതനനായ ദൈവം, ദ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, സ്തോത്രം. ശാശ്വത ഭുജങ്ങളാൽ നമ്മെ വഹിക്കുന്ന, തിരുച്ചിറകടിയിൽ നമ്മെ മറയ്ക്കുന്ന, മാറയെ മധുരമാക്കി മേഘത്തിന്റെ തണലിൽ ഇസ്രയേൽ മക്കളെ എന്നതുപോലെ നമ്മെയും ഇന്നുവരെ നടത്തിയ നമ്മുടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പാറയും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനവും ആദരവോടെ അറിയിക്കുന്നു. ഒരുമിച്ച് നൽകപ്പെടുന്ന ഈ കൂട്ടായ്മ കർത്താവിൻ്റെ മഹത്വത്തിന് കാരണമാകട്ടെ. നമ്മുടെ ആത്മീയ പരിപോഷണത്തിന്, നമ്മുടെ വിശുദ്ധീകരണത്തിന് ഒക്കെ ഇത് ദൈവം മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ പുതിയ നിയമത്തിലെ പല പുസ്തകങ്ങളും ആരെഴുതി എന്നത് പുസ്തകത്തിനകത്ത് നിന്ന് തന്നെ വ്യക്തമല്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഈ എബ്രായർക്കുള്ള ലേഖനം. നമ്മൾ ഇന്നലെയും കണ്ടു, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ എഴുത്തുകാർ വായനക്കാരായ നാം അല്ലെങ്കിൽ ദൈവസഭ ആ ലേഖനങ്ങളുടെ അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ച് മനസ്സിലാക്കുന്നതാണ് അധികവും. ചുരുക്കം ചില പുസ്തകങ്ങൾ മാത്രമേ എഴുത്തുകാരൻ ആരെന്ന് ഉള്ളടക്കം കൊണ്ട് വ്യക്തമാക്കുന്നുള്ളൂ. എങ്കിലും ഒരു തരത്തിലും പിടികിട്ടാത്ത പുസ്തകമാണ് എബ്രായർക്കുള്ള ലേഖനം. ബാക്കിയുള്ളവയുടെയൊക്കെ ലേഖകരെ നമുക്ക് അനുമാനിച്ചെടുക്കുവാനെങ്കിലും സാധിക്കും. അതുകൊണ്ട് ബാക്കി പുസ്തകങ്ങളുടെ, ബാക്കി 26 പുതിയ നിയമ ഗ്രന്ഥങ്ങളുടെയും എഴുത്തുകാരെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ട്. അതില്ലാത്തത് എബ്രായ ലേഖനത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിലും എഴുത്തുകാരാര് എന്നുള്ളത്, മാനുഷിക എഴുത്തുകാർ ആര് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രസക്തം അല്ല. സ്തോത്രം, പ്രസക്തമല്ല. കാരണം പരിശുദ്ധാത്മാവാണ് ഇതിന് പിൻപിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ വചനം, തിരുവെഴുത്ത്, ഇത് മാനുഷ വചനം അല്ല. 2 പത്രോസ് 1:20-21 വാക്യങ്ങളിൽ നിന്ന് നമ്മളത് കണ്ടിട്ടുണ്ട്. ബൈബിൾ മാനുഷവചനമല്ല. മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വരുന്നതോ നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കാനുള്ളതോ അല്ല. പിന്നെ ഈ ബൈബിൾ, തിരുവചനങ്ങൾ ദൈവവചനമാണ്. ദൈവവചനമാണ്. അത് ദൈവനിശ്വാസീയമാണ്. 4, എന്നാൽ മനുഷ്യരാണത് എഴുതിയത്. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതുപോലെ ദൂതന്മാരാരും മലക്കുകളാരും കെട്ടിയിറക്കി തന്നതല്ല, മനുഷ്യർ തന്നെ എഴുതിയതാണ്. മാനുഷഭാഷയിൽ തന്നെയാണ് എഴുതിയതും. എന്നാൽ 5-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ മനുഷ്യർ ദൈവാത്മ നിയോഗത്താൽ, പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയതാണ്. 6, ദൈവകൽപ്പനയാൽ എഴുതിയതാണ്. അപ്പോൾ വേദപുസ്തകത്തെക്കുറിച്ചുള്ള ഏറ്റവും ലഘുവായ കാര്യമാണ് ആവർത്തിച്ച് ഞാനിപ്പോൾ പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞതിന് ആധാരം 3 വാക്യങ്ങളാണ്.
2 തിമോത്തിയോസ് 3:16, 2 പത്രോസ് 1:20, 21 വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചത്. അതുകൊണ്ട് മാനുഷിക എഴുത്തുകാരൻ ആര് എന്നത് നമുക്ക് അധികം പ്രസക്തമായ കാര്യം അല്ല. സ്തോത്രം. അത് എബ്രായ ലേഖനം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ചാണ് പറയുന്നത്. ദ എക്സലൻസി ഓഫ് ജീസസ്, ദ സുപ്രീമസി ഓഫ് ജീസസ്, the superiority of Christ over others, whether human beings or angelic beings, whether earthly beings or heavenly hosts. സ്വർഗീയ ജീവികളാകട്ടെ ഭൗമിക ജീവികളാകട്ടെ, മനുഷ്യരാകട്ടെ ദൂതന്മാരാകട്ടെ, ഇവരെ എല്ലാവരെയും കാൾ യേശു ഉന്നതൻ, ശ്രേഷ്ഠൻ, നിസ്തുലൻ, നിരുപമൻ എന്നുള്ള കാര്യമാണ് നാം പഠിക്കുന്നത്. അതിലിപ്പോൾ നാം ആയിരിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ പിതാവായ ദൈവം പുത്രനെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവനകൾ, പിതാവായ ദൈവം പുത്രനെപ്പറ്റി നടത്തിയ പരാമർശങ്ങൾ, വിളംബരങ്ങൾ, സാക്ഷ്യപത്രങ്ങൾ എന്നിവ നിമിത്തം യേശുക്രിസ്തു നിസ്തുലനാണ്, ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് തെളിയിക്കുകയാണ് അവിടെ. 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വായിക്കാമല്ലോ. Verses 8 and 9. But of the Son he says, Your throne, O God, is forever and ever. The scepter of uprightness is the scepter of your kingdom. You have loved righteousness and hated wickedness. Therefore God, your God, has anointed you with the oil of gladness beyond your companions. Praise God. അവിടെ പിതാവ് പുത്രനെ ദൈവമേ എന്ന് സംബോധന ചെയ്യുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനിയും അതിലേക്ക് പോകുന്നില്ല. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. നമ്മൾ അവിടെ നിന്നും കണ്ടത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, യേശുക്രിസ്തുവിൻ്റെ രാജത്വം, യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വം, യേശുക്രിസ്തുവിൻ്റെ നിത്യത്വം, സ്തോത്രം എന്നിങ്ങനെയുള്ള വിശേഷ ഘടകങ്ങളാണ്. അതിൽ യേശു ദൈവമാണ് എന്നുള്ളതിന് പല തെളിവുകളും നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇന്നലെയും നാം നോക്കിക്കൊണ്ടിരുന്നത് ദൈവത്വത്തിൻ്റെ, യേശുക്രിസ്തുവിൻ്റെ എന്നല്ല, ഒരു ദൈവമേ ഉള്ളല്ലോ, അത് ലോകത്തിലെ സകല മനുഷ്യരും സമ്മതിക്കുന്നു. ബഹുദൈവ വിശ്വാസികളായ മതവിശ്വാസികൾ പോലും പറയുന്നു ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ പല രൂപത്തിലും ഭാവത്തിലും പേരിലും ഓരോ കാലഘട്ടത്തിലുമൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിലാണ് അവർ ആ ഒരൊറ്റ ദൈവത്തെ പല ദൈവങ്ങളായിട്ട് കാണുന്നത്, ബഹുദൈവ വിശ്വാസികളായിട്ട് അവർ അറിയപ്പെടുന്നത്. അപ്പം അവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ഒരാളേ ഉള്ളൂ, ഏകനാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബഹുദൈവ വിശ്വാസികളായ ഹൈന്ദവരോട് ചോദിച്ചു നോക്കിക്കേ, അവര് തറപ്പിച്ചു പറയും ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ഒരു ഏക ദൈവത്തിൻ്റെ അതാരാണെന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം. അവിടേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. വേദപുസ്തകം പറയുന്ന കാര്യമേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ആ ഏക ദൈവം ത്രിയേകനാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഏക ദൈവത്തിൻ്റെ ഏറ്റവും വലിയ
അധികാരം, ഏറ്റവും വലിയ പ്രകൃതം, സ്വഭാവം എന്നിങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. അതൊന്നും ഇന്ന് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്നുള്ളത് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. മുമ്പോട്ടുള്ള പല വാക്യങ്ങളിലും യേശുവിൻ്റെ ദൈവത്വത്തെ വീണ്ടും വീണ്ടും എബ്രായ ലേഖന കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് 8-ാമത്തെ വാക്യത്തിൽ കർത്താവിനോട് പറയുന്നു, ദൈവമേ, നിന്റെ യുവർ ത്രോൺ ഓ ഗാഡ്, നിന്റെ സിംഹാസനം, നിന്റെ സിംഹാസനം, സ്തോത്രം, എന്നും എന്നേക്കും ഉള്ളത്. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിൻ്റെ ആസ്തിക്യം നിത്യം തന്നെയാണ്. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളുമെല്ലാം നിത്യമാണ്. സ്തോത്രം. അവിടെയാണ് നമ്മുടെ ഇടയിൽ പോലും പലരും അറിയാതെ പറയുന്ന ഒരു ദുരുപദേശം. പഴയ നിയമത്തിലെ ദൈവം കോപിഷ്ഠൻ, ക്രൂരൻ, രക്തദാഹി. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പാവം, രക്തം തരുന്നയാള്, സ്നേഹവാൻ. ഇത് തെറ്റായ ഉപദേശമാണ്. ഇത് നമ്മളും അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകാൻ സാധ്യതയുള്ളതാണ്. Many people mistakenly think that the God of the Old Testament is a very cruel God, very strict God, very stern God, without kindness and love, always demanding sacrifices and sacrificial blood therefore. But God of the New Testament is very kind, compassionate, and so on. It's a wrong teaching and understanding. Because there is a key marker here to understand this wrong teaching, or to understand this teaching is, or this concept is a wrong concept. Because God is eternal, and therefore all of his attributes also are eternal. And therefore, if the God of the Old Testament is a cruel God, even in the New Testament times also, he should be the same. If the God of the New Testament is a loving, compassionate God, then in the Old Testament also he was the same. Got it? അജ്ഞത കൊണ്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു തെറ്റായ പഠിപ്പീര്, പഴയ നിയമത്തിലെ ദൈവം ക്രൂരനും ദയയില്ലാത്തവനും ഭയങ്കര കോപിഷ്ഠനും പിന്നെ സ്നേഹമില്ലാത്തവനും എപ്പോഴും യാഗങ്ങൾ ആവശ്യപ്പെടുന്നവനും രക്തം കുടിക്കുന്നവനും ഒക്കെയാണെന്ന്. നേരെ വിപരീതമാണ് പുതിയ നിയമത്തിലെ ദൈവമെന്നും നമ്മുടെ ഇടയിൽ തന്നെ പലരും പറയാറുണ്ട്. പക്ഷേ അത് തെറ്റാണെന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത്, ദൈവം നിത്യനാണ്, സനാതനനാണ്. ദൈവം നിത്യനാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങളും
ദൈവത്തിൻ്റെ ഗുണഗണങ്ങളും അവയുമെല്ലാം തന്നെ നിത്യമാണ്. നിത്യമാണ്. അതിനൊരു മാറ്റവും ഇല്ല. പഴയ നിയമത്തിലെ ദൈവം ക്രൂരനാണെങ്കിൽ പുതിയ നിയമത്തിലും ദൈവം ക്രൂരൻ തന്നെയായിരിക്കും. കാരണം ദൈവത്തിന് തൻ്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയില്ല. ഇന്നലെ നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ ചിലർ പറഞ്ഞ ഒരു ഉത്തരം ഇവിടെ വളരെ കൃത്യമാണ്. ഭോഷ്കു പറയാൻ കഴിയാത്ത ദൈവം. അപ്പോൾ ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രകൃതങ്ങളും നിത്യമാണ്. പഴയ നിയമത്തിൽ ദൈവം ക്രൂരനായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോഴും ദൈവം നിത്യനായതുകൊണ്ട് ആ ക്രൂരത എന്ന സ്വഭാവം ദൈവത്തിലുണ്ട്. അല്ല, പുതിയ നിയമത്തിലെ ദൈവം സ്നേഹവാനും മനസ്സലിവുള്ളവനാണെന്ന് തോന്നുന്നെങ്കിൽ അതേ ദൈവമാണ് പഴയ നിയമത്തിലും ഉണ്ടായിരുന്നത്. ഈ സ്വഭാവം ആ ദൈവത്തിലും ഉണ്ട്. അപ്പം ഈ തെറ്റായ ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാറ്റിയേക്കണം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം ഒരാൾ തന്നെ, ഒരേ പ്രകൃതം തന്നെ, ഒരേ പ്രകൃതം തന്നെ. അപ്പം ഇവിടെ പിതാവ് പുത്രനോട് പറയുന്നതായി നാം കേൾക്കുന്നു, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. നമ്മളവിടെ വെച്ച് അവിടെ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ച് പറയുന്നതാണെന്ന്. ഇറ്റ്സ് അബൌട്ട് ദ കിങ്ഷിപ്പ് ഓഫ് ജീസസ്. സ്തോത്രം. ദ റോയൽ ഹുൾ ഓഫ് ജീസസ്. യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ക്രിസ്തുവിൻ്റെ രാജത്വം എങ്ങനെയുള്ള രാജത്വമാണ്? എന്നേക്കുമുള്ള രാജത്വം. സ്തോത്രം. അതിലും ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. യേശു ഇനിയും വരുന്ന സമയത്താണ് രാജാവാകാൻ പോകുന്നതെന്ന്. ഇതുവരെ യേശുവിൻ്റെ രാജത്വത്തിന് തുടക്കമായിട്ടില്ലെന്ന് കരുതുന്നവരുണ്ട്. അതും തെറ്റാണ് കേട്ടോ. കാരണം നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ, യേശുക്രിസ്തു നിത്യനാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രാജത്വവും നിത്യം. സ്തോത്രം. അനാദി മുതൽ യേശുവിൽ ഇല്ലാത്ത ഒരൊറ്റ കാര്യമേ ഇപ്പോൾ യേശുവിലുള്ളൂ. ഓർമ്മ കാണുമല്ലോ എന്താണെന്ന്. കഴിഞ്ഞകാല നിത്യത മുതൽ യേശുക്രിസ്തുവിനില്ലാതിരുന്ന ഒരു കാര്യം ഇപ്പോഴുണ്ട്. യെസ്, ഹ്യൂമാനിറ്റി, ദ ഹ്യൂമൻ നേച്ചർ. ആ മനുഷ്യത്വം യേശുക്രിസ്തുവിൽ കഴിഞ്ഞകാല നിത്യത മുതൽക്കേ ഇല്ലായിരുന്നു. അത് ക്രിസ്തു ഭൂമിയിൽ മറിയയുടെ ഉദരത്തിൽ മനുഷ്യനായി പിറന്നത് മുതലാണ്, ജഡം ധരിച്ചത് മുതലാണ് ക്രിസ്തുവിലുള്ളത്. ബാക്കി യേശുക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങളെല്ലാം, സ്തോത്രം, യേശുക്രിസ്തുവിൽ അനാദിയായിട്ട് തന്നെ ഉള്ളതാണ്. സ്തോത്രം. അപ്പം മനുഷ്യത്വത്തിൽ യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ചില ശുശ്രൂഷകളുണ്ട്. പ്രവാചക ദൗത്യം, പൗരോഹിത്യ ദൗത്യം എന്നിങ്ങനെയുള്ളതൊക്കെ യേശുക്രിസ്തു മനുഷ്യനായി പിറന്നതിന് ശേഷം ഏറ്റെടുത്ത ദൗത്യങ്ങളാണ്. അപ്പോൾ തന്നെ പൗരോഹിത്യത്തെക്കുറിച്ച് നാം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. 5-ാം അധ്യായം മുതലേ വേണ്ട, 3-ാം അധ്യായം തൊട്ട് തന്നെ ഉണ്ട്. യേശുക്രിസ്തുവിനെ 3-ാം അധ്യായത്തിൽ പറയുന്നത് മഹാപുരോഹിതൻ, അപ്പോസ്തോലൻ എന്നൊക്കെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ എബ്രായ ലേഖനം പറയുന്നത്
എന്നേക്കുമുള്ള പുരോഹിതൻ എന്നാണ്. എന്നേക്കുമുള്ള പുരോഹിതൻ, നിത്യൻ എന്നുള്ളതാണ്. അവസാനിക്കാത്ത പൗരോഹിത്യം എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം അങ്ങനെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ യേശു ക്രിസ്തുവിൽ പുതുതായി ചേർക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി ഉള്ളതെല്ലാം, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ടതെല്ലാം നിത്യമായിട്ട് തന്നെ യേശുക്രിസ്തുവിൽ ഉള്ളതാണ്. അങ്ങനെ രാജത്വം എന്നുള്ളത് യേശുക്രിസ്തുവിൽ നിത്യമായിട്ടുള്ളതാണ്. യേശുക്രിസ്തു നിത്യരാജാവാണ്. അതാണ് നാം ഇവിടെ കാണുന്നത്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. സ്തോത്രം. An eternal throne, an unending throne. This is related more to the messianic prophecy. യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വവുമായി ബന്ധപ്പെട്ട പ്രവചന നിവൃത്തിയാണിത്. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വവുമായി ബന്ധപ്പെട്ടതാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്നും പറഞ്ഞത് യേശുവിൻ്റെ ദൈവത്വവും രാജ്യത്വവും മശിഹാത്വവും നിത്യത്വവും ഒക്കെ വെളിപ്പെടുന്നു എന്ന്. ഒന്ന് രണ്ട് ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുന്നത്, അതിനു മുൻപും ഉണ്ടെങ്കിലും വളരെ തെളിവോടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് അവരുടെ ഭാവിയെ ചൊല്ലി നടത്തുന്ന പ്രവചനങ്ങളാണ്. 49-ാം അധ്യായം ഉൽപ്പത്തി, Genesis 49 verse 8 following. എട്ടാം വാക്യം മുതൽ. Judah, your brother shall praise you. Your hand shall be on the neck of your enemies. Your father's sons shall bow down before you. Yes, please continue. Judah is a lion's cub. From the prey, my son, you have gone up. He stooped down, he crouched as a lion, and as a lioness, who dares rouse him? The scepter shall not depart from Judah, nor the rulers. That is more applicable and relevant for us here. Verse number 10. Yes, please. The scepter shall not depart from Judah, nor the ruler's staff from between his feet, until tribute comes to him, and to him shall be the obedience of the peoples. Praise God. യാക്കോബ് തൻ്റെ മകനായ യൂദയെക്കുറിച്ച് പറയുന്ന പ്രവചനമെന്നോ കൊടുക്കുന്ന അനുഗ്രഹമെന്നോ ഒക്കെ നമുക്ക് ഈ ഭാഗത്തെ കാണാൻ പറ്റും. അതിൻ്റെ ആദ്യ വാക്യം കാണുന്നത് പോലെ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഭാവിയെ സംബന്ധിച്ച് ഫോർടെല്ലിംഗ് ആണ് ഇവിടെ യാക്കോബ് നടത്തുന്നത്. ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ, വാർദ്ധക്യ മാതാപിതാക്കൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഭക്തരായ വാർദ്ധക്യ മാതാപിതാക്കൾ. പിന്നെ വാർദ്ധക്യത്തിലെത്തണമെന്നില്ല, ഭക്തന്മാരുടെ മരണത്തിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു ഭക്തന്മാരുടെ മരണത്തിന് മുമ്പേ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും പ്രായമുള്ളവരായാലും സാധാരണ മരിക്കുന്നവരായാലും
വീട്ടിൽ കിടന്നോ സാധാരണ ഒരു ബെഡിൽ കിടന്നോ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലോ ഒന്നും മരിക്കുന്ന ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് ആകാം ഒരു പക്ഷേ ഇന്ന് ഈ ഒരു സംഗതി പൊതുവെ കാണപ്പെടുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വല്യപ്പച്ചൻ, മൈ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, വല്യപ്പച്ചൻ രക്ഷിക്കപ്പെട്ട ആളൊന്നും അല്ലായിരുന്നു. അന്ന് ഞങ്ങളാരും വിശ്വാസത്തിലല്ല. എന്നിട്ടുകൂടെ വല്യപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ്, വിചിത്രമായ വസ്തുത എന്ന് പറഞ്ഞാൽ വല്യപ്പച്ചൻ മരിക്കും എന്നുള്ള പ്രായമായി കിടപ്പിലായി, എല്ലാം കിടന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു സമയം എത്തി. ആ സമയത്ത് എൻ്റെ വല്യപ്പച്ചന് 2 മക്കളാണ് ഉള്ളത്. ഈ 2 മക്കളുടെയും മക്കളും അല്ലെങ്കിൽ ഈ വല്യപ്പച്ചൻ്റെ കൊച്ചുമക്കൾ പലരും ഇങ്ങനെ അപ്പച്ചൻ്റെ കട്ടിലിന് ചുറ്റും നിൽക്കാൻ തുടങ്ങി, മരിക്കുമെന്നൊരു സമയമൊക്കെ ആയപ്പോഴേക്കും. എല്ലാവരും നിന്നത് വല്യപ്പച്ചൻ വിളിച്ച് ഓരോരുത്തരെ അനുഗ്രഹിക്കണം, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. ഞാനന്ന് വളരെ കൊച്ചു പയ്യനാണ്, എനിക്ക് തോന്നുന്നു 2 മറ്റോ പഠിക്കുന്ന സമയമാണ്. എന്നാലും വല്യപ്പച്ചനെ ഞാൻ ആ കാലത്ത് കഴിയുന്ന അളവിൽ ശുശ്രൂഷിക്കുമായിരുന്നു. വല്യപ്പച്ചൻ്റെ വിസർജ്യമൊക്കെ എടുത്തുകൊണ്ട് കളയുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ ആ പ്രായത്തിൽ ഞാനായിരുന്നു. അതപ്പച്ചന് കിടപ്പായിരുന്നെങ്കിലും അറിഞ്ഞു. അതുകൊണ്ട് മരിക്കാറായപ്പം പ്രധാനമായിട്ടും വേറെ ആൾക്കാരെയും വിളിച്ചു അനുഗ്രഹിച്ചു. എന്നെ വിളിച്ച് തലയിൽ കൈയൊന്നും ശരിക്കും പൊങ്ങുന്നില്ല, പിന്നെ ആൾക്കാർ പിടിച്ച് തലയിലേക്ക് വെച്ചു. അങ്ങനെ എന്തൊക്കെ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ പ്രായം അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഞാൻ പലപ്പോഴും ആൾക്കാരുടെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമായത്, അക്കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇക്കാലത്ത് അങ്ങനെയൊന്നും സാധാരണ കേൾക്കാറും കാണാറില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞു. ഇനി ICUലൊക്കെ ആണെങ്കിൽ പോലും, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇട്ടിരിക്കുന്നത് ICUലൊക്കെ ആണെങ്കിൽ പോലും മരിക്കുമെന്നൊരവസ്ഥ വന്നാലും നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റം ബന്ധപ്പെട്ടവരെ അടുക്കലോട്ടൊന്നും പോകാൻ അനുവദിക്കത്തില്ല. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെയല്ല. ICUലൊക്കെ വെന്റിലേറ്ററിലൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ പോലും വീട്ടുകാരെ ആ മണിക്കൂറുകളിൽ കൂടെ നിൽക്കാൻ അനുവദിക്കുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും പോകട്ടെ, അത് ഇക്കാലത്തെക്കുറിച്ചൊന്ന് പരാമർശിച്ചതേ ഉള്ളൂ. നമ്മുടെ വിഷയം യാക്കോബ് തൻ്റെ മകനായ യൂദയെ അല്ലെങ്കിൽ യഹൂദയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 8ാമത്തെ വാക്യം മുതൽ തന്നെ നമ്മൾ കാണുന്നത് യഹൂദയെ ഒരു രാജഗോത്രമായിട്ട്, ഭരിക്കുന്ന ഗോത്രമായിട്ട് യാക്കോബ് കണ്ട് ആശീർവദിക്കുന്ന കാര്യമാണ്. അന്ന് യാക്കോബ് മരിക്കുന്ന സമയത്ത് യഹൂദ അങ്ങനെയൊന്നും അല്ല. അവരെല്ലാവരും ഒരേപോലെ തന്നെ സാധാരണക്കാരായിട്ട് നിൽക്കുന്ന സമയത്താണ്. പക്ഷേ ഭാവിയിൽ സംഭവിപ്പാനുള്ളത് ഭക്തനായ യാക്കോബ് പിതാവ് ആത്മാവിൽ തൻ്റെ തലമുറകളെ അറിയിക്കുമ്പോൾ യൂദ ഒരു രാജഗോത്രം, ഭരണഗോത്രമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. അതിൽ 10ാമത്തെ വാക്യമാണ് ഇവിടുത്തെ ഉദ്ധരണിയിലെ ഒരു ഭാഗം. എന്താണ്? ചെങ്കോൽ, സ്കെപ്റ്റർ. സ്തോത്രം. രാജദണ്ഡ്, ചെങ്കോൽ. അധികാരമുള്ളവൻ വരുവോളം നിങ്ങൾ നിന്ന് നീങ്ങിപ്പോകുകയില്ല. അപ്പോൾ യഹൂദ ഗോത്രം ഭരിക്കുന്ന ഗോത്രമായിരിക്കും. ആ ഗോത്രത്തിന് ഒരു ചെങ്കോൽ ഉണ്ടായിരിക്കും. ആ ചെങ്കോൽ കൈവശമാക്കുവാൻ അധികാരമുള്ള ആരോ ഒരുവൻ വരും എന്ന് മരണക്കിടക്കയിൽ യാക്കോബ് എന്ന ഇസ്രായേല്യ പിതാവ്
വിളിച്ചു പറയുക. അത് ആരെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്. സ്തോത്രം. അത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മശിഹാത്വത്തെയും കാണിക്കുന്ന കാര്യമാണ്. യേശു യഹൂദാ ഗോത്രത്തിൽ പിറക്കും എന്നുള്ള ഒരു ആദ്യ സൂചന നമുക്കിവിടെയാണ് കൃത്യതയോടെ ലഭിക്കുന്നത്. സ്തോത്രം. യഹൂദാ ഗോത്രത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്കിവിടെയാണ് പ്രഥമമായ സൂചന. സ്തോത്രം. അതവങ്കിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. യേശുക്രിസ്തുവിൻ്റെ നിത്യരാജത്വത്തെക്കുറിച്ച് നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. സ്തോത്രം. വേറെ പല പ്രവചന ഭാഗങ്ങളും ഉണ്ട്. ഏറ്റവും ആദ്യത്തേത് നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നമുക്കിവിടെ വീണ്ടും എബ്രായ ലേഖനകർത്താവ് ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, നിസ്തുലതയെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു മശിഹയാണെന്ന്, പ്രവചിക്കപ്പെട്ടവനാണെന്ന്, പ്രവചന നിവൃത്തിയാണെന്ന് നമുക്കിവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നു. എബ്രായ ലേഖനകർത്താവ് അക്കാര്യം ക്രിസ്തുവിനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെയാണ് നാം കാണുന്നത് ചെങ്കോൽ. സ്തോത്രം. ദ സ്കെപ്ചർ. യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വത്തെ, രാജത്വത്തെ, നിത്യരാജത്വത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എങ്കിൽ മറ്റൊന്ന്, ദാനിയേൽ പ്രവചനം 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. ഡാനിയേൽ 7:13 and 14. ദാനിയേൽ 7:13-14. I was watching in the night visions, and behold, one like the Son of Man, coming with the clouds of heaven. He came to the Ancient of Days, and they brought him near before him. Then to him was given dominion and glory and a kingdom, that all peoples, nations, and languages should serve him. His dominion is an everlasting dominion which shall not pass away, and his kingdom the one which shall not be destroyed. Praise God. Amen. ഈ വാക്യാടിസ്ഥാനത്തിലാണ് ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സിനെ പരിചയപ്പെടുത്തിയത്. സ്തോത്രം. ഒരു വയോധികനായവൻ, പുരാതനനായവൻ, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്. ഇവിടെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. വയോധികനായവൻ, the one who is sitting, one who is the ancient of days. The ancient of days is the phrase that describes the eternality or the eternity of God. ദൈവത്തിൻ്റെ നിത്യത്വത്തെ, ഈ ദൈവം നിത്യനാണെന്ന്, അനാദി മുതൽ അനന്തത വരെ ഉള്ളവനാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രയോഗമാണ് ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പുരാതനനായവൻ അല്ലെങ്കിൽ വയോധികനായവൻ. വെറും വയസ്സനായിട്ട് കർത്താവിനെ കാണരുത്.
സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം പഠിച്ചപ്പോഴും ഈ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞതാ. യേശുക്രിസ്തുവിന്റെ തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ. അത് ഇവിടെ നാം കാണുന്ന വയോധികനായവന്റെ ആ നിത്യത്വത്തെ തുലനം ചെയ്യുന്ന പ്രയോഗമാണ്. നമുക്കിവിടെ പക്ഷേ വയോധികനല്ല പ്രധാന വിഷയം, അവന്റെ അടുക്കലേക്ക് വരുന്ന മനുഷ്യപുത്രന് സദൃശനായ ഒരുവനാണ്. The key person for us today is not this ancient of days, but the one who is like a son of man, who is being brought unto the ancient of days. വയോധികനായവന്റെ അടുക്കലേക്ക് അടുത്തു കൊണ്ടുവരപ്പെടുന്ന ആ മനുഷ്യപുത്രനോട് സദൃശനായവനാണ് നമ്മുടെ പ്രധാന വിഷയം. അവനെ അടുത്തു വരുമാറാക്കി. And to him whom, verse number 14 says, and to him, Son of Man. Son of Man, otherwise the Messiah. That Son of Man is the Messiah, the promised Christ. വാഗ്ദത്ത മശിഹയാണ് ഈ മനുഷ്യപുത്രനോട് സദൃശനായവൻ. അവനെ വയോധികനായവന്റെ അഥവാ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന വയോധികനായവൻ, പുരാതനനായവൻ, ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, ഈ മനുഷ്യപുത്രന് എന്തൊക്കെയോ കൊടുക്കുക. And to him was given dominion, glory, and a kingdom, that all peoples, nations, and men of every language might serve him. അവനെ വയോധികന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. അവൻ എന്തൊക്കെ ലഭിക്കുന്നു? സ്തോത്രം. ആധിപത്യം, അല്ലേ? പിന്നെ ഡൊമീനിയൻ, Everlasting dominion. എവർലാസ്റ്റിംഗ് ഡൊമീനിയൻ ആൻഡ് എ കിങ്ഡം. അവന് രാജ്യം ലഭിക്കുന്നു, ആധിപത്യം ലഭിക്കുന്നു. സ്തോത്രം. എന്ന് വെച്ചാൽ മൊത്തം കൂടെ വെച്ചാൽ ഒരു സകലരെയും അടക്കി ഭരിക്കുന്ന ഒരു നിത്യ രാജ്യത്വം. അവന്റെ കീഴിൽ ഉൾപ്പെടാത്തതായി ഒന്നുമില്ല. മനുഷ്യരാകട്ടെ, മറ്റെന്തെങ്കിലും പ്രപഞ്ചമാകട്ടെ, സകലത്തെയും അടക്കി ഭരിക്കുന്നവനായി ആധിപത്യവും ഭരണവും രാജ്യത്വവും എല്ലാം അവന് ലഭിക്കുന്നു. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, ഹിസ് ഡൊമീനിയൻ ഈസ് ആൻ എവർലാസ്റ്റിംഗ് ഡൊമീനിയൻ which will not pass away, and his kingdom is one which will not be destroyed. ഇത് വെച്ചുള്ള പാട്ടുമൊക്കെ നമുക്കറിയാമല്ലോ. സ്തോത്രം. എന്താ തുടക്കം? എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത്. പാട്ടുണ്ടെന്ന് എനിക്കറിയാം, ചില വാക്കുകളൊക്കെ ഓർമ്മയുണ്ടെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഇംഗ്ലീഷ് കോറസ് ആണല്ലോ ഉള്ളത്. Blessing and honor. ഓക്കെ, I don't know if that is a song, but I'm just asking. ഗുഡ്. ആനി സിസ്റ്റർ ഒന്ന് പാടാമോ അത്? I'm not sure. I can just try. I cannot remember the words. Blessing and honor, glory and power be unto the Ancient of Days. From every nation,
All of creation sing unto the Ancient of Days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away, O Ancient of Days. ഇതായിരുന്നോ? യെസ്, ആബ്സല്യൂട്ട്ലി. ഹല്ലേലൂയ. താങ്ക് യു. സ്തോത്രം. പ്രൈസ് ഗാഡ്. ഇതിൻ്റെ മലയാളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളം എനിക്കറിയത്തില്ല, പക്ഷെ ഉണ്ട്. മലയാളം ഹിന്ദിയൊക്കെ ഇതിൻ്റെ തന്നെ ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പം ഈ വാക്യമാണ് ഈ പാട്ടിൻ്റെ ആധാരമായിട്ടുള്ളത്. സ്തോത്രം. ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. പാട്ടുകാരൻ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സിനെ കുറിച്ച്, പിതാവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിലും സത്യത്തിൽ അത് മനുഷ്യപുത്രനോട് സദൃശനായ മശിഹയെ കുറിച്ചുള്ള പ്രവചനമാണ്. സ്തോത്രം. അപ്പം ഇവിടെ അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ള രാജ്യത്വം, സകല ജാതികളും ഭാഷക്കാരും വംശങ്ങളും അവനെ സേവിക്കും. സ്തോത്രം. പ്രത്യേകിച്ച് ദാനിയേൽ ഇത് പറയുമ്പോൾ നമുക്കറിയാം, ബാബിലോൺ മുതൽക്കിങ്ങോട്ട് ദാനിയേലിൻ്റെ കാലത്തുള്ളതാണ്. അതിനു മുമ്പ് 2 സാമ്രാജ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. മിസ്രൈമ്യ സാമ്രാജ്യവും അശൂരിൻ്റെ സാമ്രാജ്യവും. The Egyptian empire and the Assyrian empire, they were there before the rise of Babylon. But during the time of Daniel, it was from Babylon. But Babylon was short-lived. Hardly for 70 years that kingdom lasted. നേരത്തെ മുതലുള്ളത് നോക്കിയാൽ മിസ്രൈമ്യ സാമ്രാജ്യവും അശൂരിൻ്റെ സാമ്രാജ്യവും ലോകത്തെ അടക്കി ഭരിച്ചിരുന്നു. പക്ഷേ അശൂരിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ബാബിലോൺ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. ദാനിയേലിൻ്റെ സമയത്ത് ബാബിലോണാണ് ലോക സാമ്രാജ്യം. പക്ഷേ 2-ാം അധ്യായത്തിൽ, ദാനിയേൽ 2-ാം അധ്യായത്തിൽ ബാബിലോണ്യ സാമ്രാട്ടായ നെബൂഖദ്നേസറിനോട് തന്നെ ദൈവം പറഞ്ഞു, മോനെ, അധികകാലമൊന്നും നിനക്കില്ല, നീ പോകും, നിന്റെ സാമ്രാജ്യവും പോകും. അത് ഏൽപ്പിക്കപ്പെടുന്നത് നിന്നേക്കാൾ അല്പം കൂടെ താണവനാ. അവനും നിൽക്കത്തില്ല, അവനേക്കാൾ കുറച്ചും കൂടെ താണവനത് കൈമാറിയിട്ട് അവനും പോകും. അങ്ങനെ ഇതെല്ലാം പോകും. ഒടുവിൽ കൈതൊടാതെ പറഞ്ഞു വരുന്ന ഒരു കല്ല് ഇതിനെ മുഴുവനും അടിച്ച് കാറ്റിൽ പറത്തിയിട്ട് ഭൂമി മുഴുവനും നിറഞ്ഞ് ഭരണം നടത്തും എന്ന് ദൈവം ആരോട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബാബിലോണ്യ നെബൂഖദ്നേസറിനോട്, ബാബിലോണ്യ സാമ്രാജ്യ അധിപനായ നെബൂഖദ്നേസറിനോട്. ആ പശ്ചാത്തലത്തിൽ വേണം ഈ 7-ന്റെ 14-ാം വാക്യം നാം ചിന്തിക്കാൻ. അത് ഇനിയും വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടില്ല. മിസ്രയീം മാറിപ്പോയതുപോലെ, മിസ്രയീം അശൂരിന് മാറിക്കൊടുത്തതുപോലെ, അശൂർ ബാബിലോണിന് മാറിക്കൊടുത്തതുപോലെ, ബാബിലോൺ മേദ്യപേർഷ്യയ്ക്ക്, മേദ്യപേർഷ്യ ഗ്രീസിന്, ഗ്രീസ് റോമിന്,
ഇങ്ങനെ തങ്ങളെക്കാൾ താണ ഓരോരുത്തർക്ക് ഇവരൊക്കെ ഒഴിഞ്ഞു കൊടുത്തതുപോലെ ഈ മനുഷ്യപുത്രന്റെ സാമ്രാജ്യം, മനുഷ്യപുത്രന്റെ സിംഹാസനം വേറെ ഒരാൾക്ക് ആകില്ല. അത് നിത്യരാജ്യത്വമായിരിക്കും എന്ന് ഇവിടെ നാം കാണുന്നു. സ്തോത്രം. ഈ പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് എബ്രായ ലേഖന കർത്താവ് 1-ാം അധ്യായം 8 മുതൽ വാക്യങ്ങൾ പറയുന്നത്. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. സ്തോത്രം. എന്നും എന്നേക്കും ഉള്ളത്. വെളിപ്പാട് പുസ്തകം 11:15 കൂടെ, റെവലേഷൻ 11:15. Revelation. Then the seventh angel sounded, and there were loud voices in heaven saying, "The kingdom of this world have become the kingdom of our Lord and of his Christ, and he shall reign forever and ever." He shall reign forever and ever. The kingdoms of this world, the kingdoms of this world has become the kingdom of our Lord and of his Christ. ഈ ലോകത്തിൻ്റെ മുഴുവൻ ഭരണവും ദൈവത്തിൻ്റെ ക്രിസ്തുവിനായി, നമ്മുടെ കർത്താവിനുള്ളതായി മാറി. And he will reign for ever and ever. അവൻ എന്നേക്കും വാഴുന്നു. സ്തോത്രം. ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. എല്ലാം വായിച്ചു പോകാൻ നമുക്ക് സമയമില്ലല്ലോ. ചിലതും കൂടെ ഞാനൊന്ന് പറഞ്ഞു വിടാം. ഐശയ്യ 9:6-7. യെശയ്യാവ് 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. സ്തോത്രം. അവിടെയും യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെ നാം കാണുന്നുണ്ട്. സ്തോത്രം. എടുത്തെങ്കിൽ അതും കൂടെ ഒന്ന് വായിച്ചേക്കൂ. നമുക്കൊരു For a child will be, For unto us a child is born, unto us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. Of the increase of his government and peace there shall be no end, upon the throne of David and upon his kingdom, to order it and to establish it with judgment and with justice from henceforth, even forever. The zeal of the Lord of hosts will perform this. Hallelujah. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് നമുക്കറിയാം. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി പരിചിതമാണ്. ഇതിലെ പല വാക്യങ്ങളും, പ്രത്യേകിച്ച് അതിൻ്റെ 6-ാമത്തെ വാക്യമൊക്കെ നമ്മൾ മനഃപ്പാഠമായിട്ട് ഉരുവിടാറുള്ളതാണ്. സ്തോത്രം. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. പ്രൈസ് ഗാഡ്. The government shall rest on his shoulders. Praise God. ഇവിടെ വേറെ പലരും, നെബൂഖദ്നേസർ ഉൾപ്പെടെ പലരും ചിന്തിച്ചിട്ടുണ്ട് അവരുടെ തോളേലാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ഒന്നുമല്ല. ഇപ്പോഴും ഉള്ള ചിലരൊക്കെ വിചാരിക്കുന്നത് തങ്ങളുടെ തോളയിലാണെന്നാണ്. നമ്മുടെ ട്രംപ് സാബ് ഉൾപ്പെടെ. ഒന്നുമല്ല. ഇവരുടെ എല്ലാം തോളിൽ നിന്ന് ഇതെല്ലാം തട്ടിത്തെറിപ്പിക്കപ്പെടും. അല്ലെങ്കിൽ ഈ ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്ന് ഇന്ന് കാണുന്ന എല്ലാവരും മാറ്റപ്പെടും. നിത്യ ആധിപത്യം നമ്മുടെ കർത്താവിൻ്റെ തോളിലേക്ക് വരും. സ്തോത്രം.
നമ്മുടെ കർത്താവ് നിത്യരാജാവ്. ഈ വാക്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കർത്താവിനെ വാഴ്ത്താനായിട്ട് ഉതകുന്നതാകട്ടോ. സ്തോത്രം. All these verses are very useful to praise and exalt our Lord. Stotram. Instead of just saying praise you, praise you, praise you, we can praise the Lord by announcing, by proclaiming, confessing these verses. ഈ വാക്യങ്ങളൊക്കെ നാം ഉരുവിടുന്നതിലൂടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാൻ, വാഴ്ത്തുവാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ലൂക്കോസ് 1:32-33 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 1:32-133. There in the New Testament, at the very birth of Jesus, we see another thing. എടുത്തോ. He shall be great and shall be called the Son of the Highest, and the Lord God shall give unto him the throne of his father David, and he shall reign over the house of Jacob forever, and of his kingdom there shall be no end. Hallelujah. His kingdom will have no end. ഇവിടെ എല്ലാം യാക്കോബ് ഉൽപ്പത്തി 49:10 പറഞ്ഞതുപോലെ, സ്തോത്രം, എടുത്തു പറയുകയാണ്, തൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവം അവന് കൊടുക്കും. അതെ, നാം സേവിക്കുന്നത് സാക്ഷാൽ ദൈവത്തെയാണ്. പ്രിയരെ, നാം സേവിക്കുന്നത് സാക്ഷാൽ രാജാവിനെയാണ്, സാക്ഷാൽ നിത്യരാജാവിനെയാണ്. നാം കുമ്പിടുന്നത്, സ്തോത്രം, അതിന് തക്ക യോഗ്യനായ നമ്മുടെ കർത്താവിനെയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗാഡ്. അതാണ് യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെ പറ്റി പറയുന്നത്. ഇവിടെയെല്ലാം പറയുന്നത് ദാവീദിന്റെ സിംഹാസനം, അതിൻ്റെ ഏറ്റവും മൂലമായ സംഗതിയാണ് നാം ഉൽപ്പത്തി 49 കണ്ടത്. പിന്നെ അതിൻ്റെ വ്യക്തമായ ചിത്രം 2 ശമൂവേൽ 7 നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആവർത്തിക്കേണ്ടതില്ലല്ലോ. ദാവീദ്യ ഉടമ്പടി, ഡേവിഡിക് കവനന്റ്. ദാവീദ് ഒരു ദേവാലയം പണിയാൻ വേണ്ടി ആഗ്രഹിച്ചു. പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ കണ്ണുടച്ച് പറഞ്ഞു, ശരി, ദൈവം നിന്നോട് കൂടെ ഉണ്ട്, പണിഞ്ഞു. പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, ഇല്ല, ദാവീദിനോട് നീ പോയി പറ, നീ അല്ല പണിയേണ്ടത്, നിന്റെ മകനാണ് പണിയേണ്ടത്. അത് പറഞ്ഞിട്ട് ദാവീദിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദാവീദുമായി ദൈവം ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ചിത്രമാണ് 2 ശമൂവേൽ 7. 2 Samuel chapter 7 is called the chapter of Davidic covenant. God getting into a covenantal relationship with David, even though God prohibited him from constructing the temple because he has shed many blood. ഒത്തിരി രക്തം അവൻ ചൊരിയിച്ചിട്ടുള്ളത് കൊണ്ട് ദൈവം അവനെ ദേവാലയം പണിയുവാൻ അനുവദിച്ചില്ല. പക്ഷേ അവനുമായി ദൈവം ഒരു ഉടമ്പടിയിലേക്ക് ഏർപ്പെടുകയാണ്. ആ ഉടമ്പടിയിലാണ് ഈ കാര്യം പറയുന്നത്. ദാവീദിന്റെ സിംഹാസനത്തെ ദൈവം എന്നും എന്നേക്കും ഉറപ്പിക്കുമെന്ന്. എന്നാൽ ദാവീദിന്റെ മക്കൾ ശലോമോൻ തുടങ്ങിയുള്ള ആരും തന്നെ ഇതുവരെയും നിത്യമായി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ചിരഞ്ജീവികളായിട്ട് പിറന്നിട്ടില്ല. അവരൊക്കെ മരിച്ചു.
നെബൂഖദ്നേസറിന്റെ കാലത്തിന് ശേഷം കഷ്ടിച്ചു 100 വർഷം മാത്രമേ, ആവർത്തിക്കുന്നു, BC 606 ശേഷം നെബൂഖദ്നേസർ യെരുശലേമിനെ പിടിച്ചടക്കിയതിന് ശേഷം 1948 ഇസ്രായേലിന്, ആധുനിക ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ കഷ്ടിച്ചു 100 വർഷം മാത്രമേ ഇസ്രായേല്യർക്ക് യെരുശലേം സ്വന്തമായിട്ട് കിട്ടിയുള്ളൂ. കഷ്ടിച്ചു 100 വർഷം. പറഞ്ഞു വന്നത്, ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ ഒരുവൻ എന്നേക്കും ഇരിക്കുന്ന ഒരു പുത്രനെ കുറിച്ച്. അങ്ങനെ ഒരു പുത്രനെ ഇതുവരെ ഇരുന്നില്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എന്നാൽ ഒരുവൻ വരുന്നു, ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്നരുളുവാൻ. ആ സിംഹാസനം വേറെ ആർക്കും മാറ്റപ്പെടില്ല. ആ ആധിപത്യം വേറെ ആർക്കും നൽകപ്പെടുകയില്ല. സ്തോത്രം. നിത്യകാലം മുഴുലോകത്തിൻ്റെയും ഭരണം തൻ്റെ തോളിൽ ഏൽക്കേണ്ടതിന് നമ്മുടെ മശിഹ വരുന്നു. സ്തോത്രം. അന്ന് നാമും അവനോടുകൂടെ രാജാക്കന്മാരായി വാഴും. വാഴുന്നതും രാജാവാകുന്നതും അല്ല നമുക്ക് വിഷയം. പക്ഷേ രാജാധിരാജാവായ കർത്താവിനോട് കൂടെ, രാജാധിരാജാവായ കർത്താവിൻ്റെ സ്വന്തം ആൾക്കാരായി നാമും ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കേറെ പ്രത്യാശ തരുന്നതാണ്. അത് ഇന്നത്തെ കഷ്ടങ്ങളെ അഭിമുഖീകരിക്കുവാൻ നമ്മെ ശക്തീകരിക്കുന്നതാണ്. ഇന്നത്തെ താഴ്ചകളെ, ഇന്നത്തെ നമ്മുടെ ഇല്ലായ്മകളെ, ഇന്നത്തെ നമ്മുടെ നിന്ദകളെ ഒക്കെ മറക്കാൻ നമ്മെ ശക്തീകരിക്കുന്നതാണ്. സ്തോത്രം. ഈ കാഴ്ചപ്പാടും പ്രത്യാശയും. ആകയാൽ ആ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. നമ്മുടെ കർത്താവ് വരുന്നു. മാറാനാഥ.